മലയാള സിനിമയുടെ നല്ല കാലമൊക്കെ കഴിഞ്ഞു. സത്യം. ലഹരി, തീവ്രവാദം, രാഷ്ട്രീയം, ഇതാണ് അതിൽ ഞാൻ കണ്ടത്. വളരെ വളരെ വിഷമമുണ്ട് എനിക്ക്. ശ്രീനിവാസനൊക്കെ ചെയ്ത സിനിമകളൊക്കെ നമ്മൾ കണ്ടു വളർന്ന ഞങ്ങളാണ്. മോഹൻലാലിൻ്റെ ചിത്രം, കിലുക്കം, ഇതൊക്കെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. അതിനൊന്നും പ്രൊമോഷൻ്റെ ഒരു ആവശ്യവും ഇല്ലായിരുന്നു. ഞങ്ങൾ സിനിമ കണ്ട് വന്ന് 100 ദിവസമൊക്കെ ഓടിയ സിനിമയാണ് ഇതൊക്കെ. എനിക്ക് വളരെ വിഷമമുണ്ട് മോഹൻലാലിനെ ഇങ്ങനെ ഒരു ഇതിലൊക്കെ കാണേണ്ടി വന്നതിൽ. സത്യം, അത്രേ ഉള്ളൂ പറയാൻ. നല്ല സിനിമ. കൊള്ളാം. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എല്ലാം കണ്ടിരിക്കാം. മോഹൻലാൽ ഫാൻസിനെല്ലാം കൈയടിക്കാനുള്ള എല്ലാം ഉണ്ട്. അടിപൊളി സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ്, നല്ല സ്റ്റോറി. കൊള്ളാം, നല്ല ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ കൊള്ളാം, അടിപൊളി. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല, ബട്ട് കഥ കൊള്ളാം. അടിപൊളിയായി കൊള്ളാം. വയലൻസ് ഇത്രയും വേണ്ടായിരുന്നു. പിന്നെ ഇതിൽ മറ്റേ നമുക്ക് വയലൻസ് മാക്സിമം കുറയ്ക്കണമെന്നാണല്ലോ പൊതുവിൽ നമ്മൾ ഇതൊക്കെ കണ്ട് ആളുകൾ ഇങ്ങനെ ഇതിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് കുറയ്ക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ മറ്റേ രാഷ്ട്രീയത്തിൽ പിന്നെ എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ചുകൂടി ഒരു മെസ്സേജ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അവനൊന്നും കാണാനില്ല. മെസ്സേജൊന്നുമില്ല. ലാലേട്ടൻ അടിപൊളിയല്ല, അദ്ദേഹം നല്ല സൂപ്പറാണല്ലോ. പൃഥ്വിരാജ്, ആക്ടേഴ്സ് എല്ലാം ഓക്കെ. അടിപൊളിയായിരുന്നു പടം. ലാലേട്ടൻ സൂപ്പറായിരുന്നു. പൃഥ്വിരാജിൻ്റെ എൻട്രിയൊക്കെ അടിപൊളിയായിരുന്നു. ടോട്ടലി അടിപൊളി. ഇഷ്ടപ്പെട്ടു ബ്രോ, ഒരു കുഴപ്പമില്ല, നല്ല പടമാണ്. കൊള്ളാം. ലാലേട്ടൻ കൊള്ളായിരുന്നു. അങ്ങനെ ലാലേട്ടന് വേണ്ടിയിട്ടല്ല, പടം കാണാനായിട്ടാണ്. നല്ലതായിരുന്നു പടം, നല്ലായിരുന്നു. സൂപ്പറായിരുന്നു. നല്ലതായിരുന്നു. ഇല്ല, നല്ലതായിരുന്നു. പടം കൊള്ളാം. അടിപൊളി പടം. കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം. ലാലേട്ടൻ്റെ ഒരു ഇടവേള ശേഷം നല്ല തിരിച്ചു വന്നൊരു പടം, നല്ലൊരു പടം, കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ചെറിയ കുഴപ്പം തോന്നിയെങ്കിലും എന്നാലും കുഴപ്പമില്ല, നല്ലൊരു പടമാണ്. ഒരു രക്ഷയില്ല, കിടകം പടം. ഇതേപോലെ ഞാൻ തോറിയായി കാണാത്തവര് പോയി കാണ്. ഇഷ്ടമല്ലേ കാണുന്നത്? എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പടം ഇഷ്ടപ്പെട്ട്, ആക്ടിങ് ഇഷ്ടപ്പെട്ട്, കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കാണുമ്പോൾ എനിക്ക് അത്രയും സൂപ്പർ സാധനം.